തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ BJP എടുത്തൊരു നിലപാടുണ്ട്. ആ നിലപാടെന്ന് പറയുന്നത് ഇന്ന് കേരളം കഴിഞ്ഞ 2-3 ദിവസമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രീതിയുണ്ടല്ലോ. ഞാനതാണ് എനിക്ക് ആദ്യം താങ്കൾ അവസരം തന്നപ്പോൾ ഞാൻ പറഞ്ഞു തുടങ്ങിയത്. പക്ഷേ ഇടയ്ക്ക് ഒരു ചേഞ്ച് വരേണ്ടി വന്നതുകൊണ്ടാണ് എനിക്ക് നിർത്തേണ്ടി വന്നത്. ഞങ്ങളുടെ ഇക്കാര്യത്തിലുള്ള സമീപനം എന്ന് തന്നെ വളരെ കൃത്യമായിരുന്നു. തുടക്കത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഇതിപ്പോൾ PV അൻവറുമായി ബന്ധപ്പെട്ടോ ഇപ്പോൾ UDFൻ്റെ ഒരു പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയുമായിട്ട് ചുറ്റിപ്പറ്റി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമേ അല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട്. പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ പോലും മുമ്പോട്ട് വെച്ചത് കോടികൾ ചെലവാക്കി കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ഈ തെരഞ്ഞെടുപ്പ്? ഇത് നിലമ്പൂര ജനങ്ങൾക്ക് ആവശ്യമുണ്ടോ? കേരളത്തിന് ആവശ്യമുണ്ടോ? ഇനിയിപ്പോൾ ഷൗക്കത്ത് അലി അല്ല ആരായാലും അവിടുന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് പോയി തിരുവനന്തപുരത്ത് നമ്മുടെ നിയമസഭയിൽ വന്നൊരു സത്യപ്രതിജ്ഞയും കഴിഞ്ഞ് തിരിച്ച് സ്വന്തം മണ്ഡലത്തിൽ പോയി ഒന്ന് ചുറ്റിക്കറങ്ങി വരുമ്പോഴത്തേക്കും തീരുന്ന കാലാവധിക്ക് വേണ്ടി കോടികൾ മുടക്കി തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഒരു സംവിധാനമുണ്ടല്ലോ. ഇതെന്ത് സാഹചര്യത്തിൽ കേരളത്തിൽ അടിച്ചേൽപ്പിച്ച ഈ തെരഞ്ഞെടുപ്പ്, അതിൻ്റെ ഒരു സാഹചര്യമല്ലേ നമ്മളിപ്പോൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്? എന്തുകൊണ്ട് BJP വിഷയത്തിന് ഡിഫറൻറ്റ് ആംഗിളിൽ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു? ഞങ്ങൾ രാജ്യത്തെയും സംസ്ഥാനത്തെയും ജനങ്ങളുടെ മുമ്പിൽ വെക്കുന്നത് തെരഞ്ഞെടുപ്പായാലും രാഷ്ട്രീയമായാലും ഞങ്ങൾ 2047 വരുമ്പോഴത്തേക്കും വികസിത ഭാരതത്തെപ്പറ്റി സംസാരിക്കുകയും മുഴുവൻ സംസ്ഥാനങ്ങളും അതിനോടൊപ്പം നടന്നു കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പ് കൊണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ മാറ്റം വരുന്നില്ല എന്ന് മാത്രമല്ല, ഏതെങ്കിലും കാരണവശാൽ പിണറായി വിജയന്റെ ദുർഭരണം മാറ്റവും ഉണ്ടാക്കുന്ന തെരഞ്ഞെടുപ്പല്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ വല്ല കാര്യമുണ്ടോ? അഭിലാഷേ, അത് പറയാനൊരു പാർട്ടി വേണ്ടതെന്നേ ഇവിടെ. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ 2 ദിവസമായിട്ട് PV അൻവറിനെ ചുറ്റിപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തപ്പോൾ PV അൻവർ എന്ന് പറയുന്ന വ്യക്തിയെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. LDFനെ പറ്റി, നിലപാടിനെ പറ്റി ചർച്ച ചെയ്തില്ലല്ലോ. UDFനെ പറ്റി ചർച്ച ചെയ്തില്ലല്ലോ. ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൽ അടിച്ചേൽപ്പിച്ച ഈ 2 മുന്നണികളുടെ കഴിഞ്ഞകാല നിലപാടുകളെ പറ്റി നമ്മൾ ചർച്ച ചെയ്തില്ലല്ലോ. അത് ചർച്ച ചെയ്യേണ്ടതെന്ന് അതാ BJP ആഗ്രഹിക്കുന്നത്. ഒരാൾക്കും ആവശ്യമില്ലാത്ത എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന് പറഞ്ഞ പോലെ ആർക്കോ വേണ്ടി നടക്കുന്ന തെരഞ്ഞെടുപ്പല്ലേ ഇത്? ആർക്ക് വേണം ഈ തെരഞ്ഞെടുപ്പ്? ആ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഒരു ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങളൊന്ന് ഡ്രാഫ്റ്റ് ചെയ്ത് കൃത്യമായി അവതരിപ്പിച്ച് നടപ്പിലാക്കാൻ സ്പേസോ സമയമോ ഇല്ലാതെ തിരഞ്ഞെടുക്കപ്പെടാമെന്നൊരു MLA പറ്റിയിട്ടില്ല. ആ തെരഞ്ഞെടുപ്പിനെ പറ്റിയില്ല നമ്മൾ. അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയെ അഭിലാഷം എനിക്ക് ഇത്തിരി സമയം തരണം. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. കേരളം വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമ്പോൾ പോലും കഴിഞ്ഞ 2 ദിവസം നമ്മൾ ചർച്ച എവിടേക്കാണ് നമ്മൾ നിന്ന് ചർച്ച ചെയ്തത്? ഈ നിലമ്പൂര് MLA കൂടുതൽ സമയം തരാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാണ് എന്നുള്ളതാണ് BJPയുടെ അഭിപ്രായം.